തിരുവനന്തപുരം പൊന്മുടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പുള്ളിപ്പുലിയെ കണ്ട സംഭവം ഗൌരവത്തോടെ കാണുന്നതായി വനമന്ത്രി ന്യൂസ് 18നോട്. CCTV നിരീക്ഷണവും പട്രോളിംഗും ശക്തിപ്പെടുത്തി. ആവശ്യമെങ്കിൽ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരെയും വാച്ചർമാരെയും നിയോഗിക്കാൻ DFOയെ ചുമതലപ്പെടുത്തിയെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. വനമന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18നോടൊപ്പമുണ്ട്. പൊന്മുടിയിലെ പോലീസ് സ്റ്റേഷന് സമീപത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുള്ളിപ്പുലിയെ കണ്ടതായി പറയുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് അതിന്റെ ഒരു നടപടിക്രമം? രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഒരു പുള്ളിപ്പുലിയെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കണ്ടത്. പക്ഷേ ഇവിടെ അവരുടെ ആവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര മുൻകരുതൽ, ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് വേണ്ടത്ര മുൻകരുതൽ എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവിടുന്ന് ഇങ്ങോട്ട് 4:30 മണിക്ക് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് കഴിയുന്നത്ര അങ്ങനെ ക്രമീകരണം നേരത്തെ മുതലേ ഉള്ള ഒരു പ്രദേശമാണ്, നേരത്തെ മുതലേ ശ്രദ്ധയുള്ള ഒരു പ്രദേശമാണ്. എന്നാലും ഇതിങ്ങനെ കാട്ടിനുള്ളിലല്ല, എന്നാൽ കാട്ടിന്റെ അകത്ത് തന്നെയുള്ള പ്രദേശത്ത് കണ്ടെത്തിയ സ്ഥിതിക്ക് കുറച്ചും കൂടി ജാഗ്രത കാണിക്കാനും പെട്രോളിംഗ് ശക്തിപ്പെടുത്താനുമുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റു നടപടികളിലേക്ക് പോകേണ്ട ആവശ്യം ഈ ഘട്ടത്തിൽ വരുന്നില്ല എന്നാണ് വനംവകുപ്പിലെ വനപാലകരായ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അവർക്ക് ഈ വന്യമൃഗത്തിന്റെ ചലനങ്ങളൊക്കെ നന്നായി അറിയാവുന്നവരാണ്. പക്ഷെ എന്നാലും കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും. കാരണം ഇപ്പോൾ രാവിലെ 8 മണി എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി നേരം കഴിഞ്ഞാൽ പകലാവുമല്ലോ. പകലാവുന്ന സമയത്ത് ആളുകളുണ്ടാകുന്ന സമയത്താകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാകും. അപ്പം അത് വരാതിരിക്കാനുള്ള ശ്രദ്ധയും മുന്നറിയിപ്പും നൽകുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സുരക്ഷ കൂടി നമ്മൾ കണക്കിലെടുത്തിരുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ ശക്തമാക്കും? അല്ല, അതിന് നമ്മൾ ഈ ക്യാമറ നിരീക്ഷണം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ നിരീക്ഷണം മതിയാവും. കാരണം അവർ തന്നെ കാണുന്നുണ്ടല്ലോ. ഇതൊരു കാണാതെ വന്ന് പെട്ടതല്ല, കണ്ടു തന്നെയാണ്. അത് വന്നതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇപ്പോഴത്തെ ഒരു നിലയിൽ ഒരു ഗുരുതരാവസ്ഥ എന്ന് പറഞ്ഞുകൂടാ. എന്നാലും നമ്മൾ ലാഘവബുദ്ധിയോടുകൂടി കാണുന്നില്ല, ഗൗരവത്തിൽ തന്നെ കാണുന്നു. വേണ്ടത്ര വാച്ചർമാരെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയും കുറച്ചുകൂടി ഇവിടെ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ DFOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ നടപടികൾ സ്വീകരിക്കും. ഈ ടൂറിസം ഈ പ്രത്യേകിച്ച് അവധി ദിവസങ്ങളാണ്, കൂടുതലായി ആളുകൾ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നിരീക്ഷണമായിരിക്കും? അല്ല, തീർച്ചയായും രാത്രി കാലങ്ങളിൽ ഇവിടെ പുറത്തിറങ്ങാൻ ആരെയും അനുവദിക്കുന്നില്ലല്ലോ. പിന്നെ പകലാണ്. പകൽ നേരത്ത് പിന്നെ പുലർച്ചയും രാത്രിയും നിരീക്ഷണം ശക്തിപ്പെടുത്തിയാൽ വരുന്നുണ്ടോ നോക്കി. എന്ന് പറഞ്ഞാൽ ഈ കരുതൽ നടപടികൾ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ചെയ്യാൻ അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഒരുക്കങ്ങളൊക്കെ അവരെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്ത് കിട്ടുന്നൊരു വിവരം അങ്ങനെ ഒരു ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എന്നാലും നമ്മൾ അത് അലസമായി കണ്ടുകൂടാന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പൊന്മുടിയിൽ പുള്ളിപ്പുലിയെ കണ്ട സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. ഹരികൃഷ്ണനൊപ്പം ഐശ്വര്യ അനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം.